ഹോംസൺ DTHൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വർക്കിൻ്റെ തിരക്ക് കാരണം ഞാനിപ്പോൾ കൂടുതലായും വീഡിയോകളൊന്നും ചെയ്യാറില്ല. വർക്ക് പെൻഡിങ് ആണ്. നമുക്കിപ്പോൾ ഇന്ന് സൺ ഡയറക്റ്റ് DTHൽ പുതിയ ഒരു ന്യൂസ് ചാനൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി മലയാളത്തിൽ പുതിയൊരു ന്യൂസ് ചാനൽ വന്നിട്ടുണ്ട്, ബിഗ് TV മലയാളം ന്യൂസ്. ഈ ബിഗ് TV മലയാളം ന്യൂസ് ചാനൽ നിലവിൽ DTHകളിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. എയർടെൽ DTHൽ മുമ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൺ ഡയറക്റ്റ് DTHലും ഈ ചാനൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. മലയാളത്തിൽ പുതുതായി വന്നൊരു വാർത്താ ചാനൽ നമുക്ക് ലഭ്യമാവുക എന്നുള്ളത്. ബിഗ് TV ന്യൂസ് മലയാളം. നിങ്ങളൊരു സൺ ഡയറക്റ്റ് DTHൻ്റെ ഉപഭോക്താവാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചാനൽ നമ്പർ 242 242 ചാനൽ നമ്പറിലാണ്. മലയാളം ചാനലിൻ്റെ ഓർഡർ പ്രകാരം മലയാളം ന്യൂസ് ചാനലിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ചാനൽ അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ ചാനൽ ബിഗ് TV ന്യൂസ് മലയാളം. നിങ്ങൾക്ക് ഇതുപോലെ സൺ ഡയറക്റ്റ് DTHൻ്റെ സെറ്റ് ബോക്സിൽ ചാനൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 242ാമത്തെ ചാനലായിട്ട് ബിഗ് TV 24/7 എന്ന പേരിൽ ഈ ചാനൽ പുതുതായി ആഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, വാച്ച് ചെയ്യുക. പുതിയൊരു മലയാളം ന്യൂസ് ചാനലാണ്. ഇനി നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റ് ബോക്സ് ഒന്ന് റീസെറ്റ് ചെയ്യുക. മെനു ബട്ടൺ അമർത്തിക്കൊണ്ട് അതിൽ ഫാക്ടറി റീസെറ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഡിഫോൾട്ട് അടിച്ചുകൊണ്ട് നമുക്ക് ഇത് റീസെറ്റ് ചെയ്താൽ പുതിയ ചാനൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ട്യൂണായി വരുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് ചെക്ക് ചെയ്യാം. 12276 ഫ്രീക്വൻസി. ഹോറിസോണ്ടൽ സിമ്പിൾ റേറ്റ് വരുന്നത് 34,000. ഇതാണ് ഇതിൻ്റെ TPയുടെ ഡീറ്റെയിൽസ് വരുന്നത്. 242ാമത്തെ ചാനലാണ് ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായി ന്യൂസ് മലയാളം 24/7 കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത മലയാളം ന്യൂസ് ചാനലാണ്. അതിന് പിറകെയാണ് ഇപ്പോൾ പുതുതായി ഒരു മലയാളം ചാനൽ കൂടി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ സൺ ഡയറക്റ്റിൽ നമുക്ക് ഒരുപാട് മലയാളം ചാനലുകൾ അവൈലബിൾ ആണ് നിലവിൽ. ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഒരു പുതിയൊരു മലയാളം ന്യൂസ് ചാനൽ കൂടി കടന്നു വന്നിട്ടുള്ളത്. അധികം താമസിയാതെ തന്നെ ഈ മലയാളം ന്യൂസ് ചാനൽ മറ്റു DTHകളിലേക്കും അവൈലബിൾ ആവുന്നതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിൽ എയർടെൽ DTHലും അതുപോലെ സൺ ഡയറക്റ്റ് DTHലും മറ്റു കേബിൾ നെറ്റ്വർക്കുകളിലൊക്കെയാണ് ഈ ചാനൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. DTH ഡിഷ് ആൻറ്റിന മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനും വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.